മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ ഇത് എങ്ങനെ മുകളിൽ കയറി? മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും, ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പൃഥ്വിരാജ് അവരെല്ലാരും കൂടെ ചതിച്ചതാണ്, അദ്ദേഹം അറിഞ്ഞില്ലെന്ന്. മോഹൻലാൽ അത് പറയൂ? ആന്റണി പെരുമ്പാവൂർ അത് പറയൂ? പറയില്ല. കാരണം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വാചകം മുതൽ ഒന്നിച്ചിരുന്ന് വായിച്ചവരാണ് അവരെല്ലാവരും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് അദ്ദേഹത്തിന് മോഹൻലാലിൽ നിന്ന് കിട്ടാനുള്ളതെന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ പടം കണ്ട് ഞങ്ങളോടൊക്കെ വന്ന് ഇറങ്ങി, അയ്യോ ഇത് ഹിസ്റ്ററി ആവും മോനെ, ചരിത്ര നേട്ടമാണിത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോളിവുഡ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ വലിയ കെട്ടിപ്പിടിച്ച്, അയ്യോ എന്റെ പൊന്നി ചേച്ചി അമ്മയാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയ ഒരാള് 2 ദിവസം കഴിയുമ്പോൾ പൃഥ്വിരാജ് ചതിച്ച് ചെയ്തതാണെന്ന് പറയണമെങ്കിൽ ഇത്രയുള്ളൂ ഇവരുടെയൊക്കെ വാക്കിന്റെ വില. ഇവരൊക്കെ ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനം കൂടിയാണ്. ഒരു സംശയമില്ല, മലയാള സിനിമ എന്നുള്ളതല്ല, ഏത് സിനിമാ പ്രേമിക്കും അഭിമാനിക്കാവുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് നേരത്തെ വാക്കിന് നേരും നിറയുമില്ലാത്ത കള്ളപ്പരി. നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വിയർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.